നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയും സംവിധായകനുമായ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നടൻ ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് കേസിൽ നിർണായകമായത്. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഒരു വഴിത്തിരിവായത്. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടവും ശക്തമായ തെളിവുകളിലേക്കും പിന്നീടുള്ള തെളിവെടുപ്പുകളിലേക്കുമൊക്കെ എത്തിയത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അന്ത്യം. രോഗത്തെ തുടർന്നാണ്. കുറച്ചു നാളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു, വൃക്കരോഗത്തിൽ ചികിത്സയിലായിരുന്നു. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോടെയാണ് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. ഇരുവൃക്കകളും നിശ്ചലമായി കുറച്ചു കാലമായി ചികിത്സയിൽ തുടരുന്നു. ഡയാലിസിസിന് വിധേയമാകുന്നുണ്ട്. അങ്ങനെ ഇടവേളകളിൽ ഡയാലിസിസിൻ്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. പക്ഷേ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഹൃദ്രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡയാലിസിസിന് വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയോടെ സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് പുലർച്ചെയോടെ അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ 2021 ഡിസംബർ 25-ന് റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാർ നടത്തി. പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിലൂടെ ബാലചന്ദ്രകുമാർ പുറത്തുവിടുകയും ചെയ്തു. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും നിർണായകമായ തെളിവുകൾ പുറത്തുവിടാൻ റിപ്പോർട്ടറിനെ സഹായിച്ചതും ബാലചന്ദ്രകുമാർ തന്നെയായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ നടത്തിയ ഒരു പോരാട്ടം, അതിന് ബാലചന്ദ്രകുമാറിൻ്റെ സഹായമടക്കം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചു. ഏതായാലും ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് വഴിയൊരുങ്ങിയതും. തുടരന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ, ഈ കേസ് അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീട് ഇതിൻ്റെ വിചാരണ, 2ാം ഘട്ടത്തിലെ വിചാരണ, ആ സമയത്തായിരുന്നു ബാലചന്ദ്രകുമാർ വൃക്കരോഗം പിടിപെടുന്നത്. 2 വൃക്കകളും പ്രവർത്തനക്ഷമമല്ല എന്ന് കണ്ടെത്തിയത്. ആ ചികിത്സയ്ക്കിടയിൽ ആണ് വിചാരണയുടെ ഭാഗമായി ബാലചന്ദ്രകുമാർ മാറിയതും. ഏതാണ്ട് 49 ദിവസമാണ് ഈ കേസിൽ വിസ്താരത്തിന് ബാലചന്ദ്രകുമാർ വിധേയമായതും. ആ ഘട്ടത്തിലൊക്കെ ഈ 2 ദിവസത്തെ ഇടവേളകളിലാണ് ഡയാലിസിസ് നടത്തുന്നത്. ഡയാലിസിസിന് വിധേയമായി നേരെ കോടതിയിലെത്തുന്നു. അവിടെ വിചാരണയിൽ പങ്കെടുക്കുന്നു. പൂർണ്ണമായും പൂർത്തിയായതാണല്ലോ അല്ലേ ബാലചന്ദ്രകുമാറിന്റെ വിയോഗം നടിയെ ആക്രമിച്ച കേസിനെ ബാധിക്കുന്ന രൂപത്തിൽ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം അല്ലേ? അദ്ദേഹം അവസാന കാലത്തും, അതായത് രോഗബാധയിൽ നിൽക്കുമ്പോഴും മൊഴിയൊക്കെ നൽകാനും വിസ്താരത്തിനും കൃത്യമായി അദ്ദേഹം എത്തിയിരുന്നു. സ്മൃതി, നടിയെ ആക്രമിച്ച കേസിൻ്റെ നടപടിക്രമങ്ങളെ ബാലചന്ദ്രകുമാറിൻ്റെ ഈ വിയോഗം ബാധിക്കില്ല. കാരണം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ്. പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാറിൻ്റെ വിസ്താരം പൂർണ്ണമായും കഴിഞ്ഞു. അതിൻ്റെ അന്തിമവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ വിയോഗം ഈ കേസിൻ്റെ നടത്തിപ്പിനെ ഒട്ടും ബാധിക്കില്ല. വിസ്താരം തന്നെ പലപ്പോഴായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് നേരിട്ടെത്തി. പിന്നീട് ആരോഗ്യ പ്രശ്നം കാരണം തിരുവനന്തപുരത്തെ കോടതിയിൽ പ്രത്യേകം ഒരു മുറി സജ്ജമാക്കുകയായിരുന്നു. അടച്ചിട്ട മുറി സജ്ജമാക്കി. പിന്നീട് അങ്ങോട്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ബാലചന്ദ്രകുമാറിൻ്റെ വിസ്താരം പൂർത്തിയാക്കിയത്. ഒരു ദിവസം ബാലചന്ദ്രകുമാറിൻ്റെ വിസ്താരത്തിനിടയിൽ കഴുത്തിലൂടെയായിരുന്നു ഡയാലിസിസ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ബ്ലഡ് വളരെ പെട്ടെന്ന് വിസ്താരത്തിനിടയിൽ ചീറ്റി ഒഴുകുന്ന ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിനിടയിലും സധൈര്യം, ആത്മവിശ്വാസത്തോടെ വിചാരണയുടെ ഭാഗമായി എന്നതാണ്. അത്രയും ധീരമായ ഒരു പോരാട്ടം നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാർ നടത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ബാലചന്ദ്രകുമാർ ഈ മൊഴി നൽകിയതും. പിന്നീട് അങ്ങോട്ട് ആ മൊഴിയിൽ ഉറച്ചു നിന്നു. കാരണം ബാലചന്ദ്രകുമാറിന് വലിയ ഭീഷണികൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ബാലചന്ദ്രകുമാറിനെതിരെ ഒരു വ്യാജ പരാതി, ഒരു പീഡന പരാതി വരുന്നു. അത് വ്യാജ പരാതിയാണെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിശ്ചയിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. മാത്രവുമല്ല, ആ പരാതിക്കാരി പോലീസിൽ നൽകിയ പരാതി, മേൽവിലാസം ഉൾപ്പെടെ വ്യാജമാണെന്ന് തെളിഞ്ഞു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബാലചന്ദ്രകുമാറിന് സാധിച്ചില്ല. അപ്പോഴത്തേക്കും ആരോഗ്യസ്ഥിതി വഷളായി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നീതി ലഭിക്കാതെയാണ് ബാലചന്ദ്രകുമാറിന് മടക്കമെന്ന് പറയേണ്ടി വരും. കാരണം ഈ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി
ഇങ്ങനെ ബാലേന്ദ്രകുമാറിനെതിരെ എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നിൽ സാമ്പത്തികമായ ഈ പരാതിക്കാരിക്ക് സാമ്പത്തിക ഇടപാട് ഒരു ഓൺലൈൻ ചാനലിൻ്റെ സഹായത്തോടെയായിരുന്നു അത്തരം ഒരു പരാതി എത്തുന്നതും. അങ്ങനെ പരാതിക്കാരി അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആ ഓൺലൈൻ ചാനലിൻ്റെ ഉടമ ഈ പരാതിക്കാരി അവിടെ എത്തിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്ന് SP യുടെ നേതൃത്വത്തിൽ ഹൈടെക് SP യുടെ ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഒരു അന്വേഷണം തന്നെ നടത്തിയത്. ഇങ്ങനെ ഒരു പരാതി വരികയും അത് കോടതി ഈ പരാതി അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ഉത്തരവിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തിയത്. വലിയ ഭീഷണികളുണ്ടായിരുന്നു. അങ്ങനെ ഭീഷണികളൊക്കെ അവഗണിച്ചുകൊണ്ട് താൻ നേരത്തെ റിപ്പോർട്ടിലൂടെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിനൊപ്പം നിന്ന് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി പോലീസിന് മുന്നിൽ എത്തിക്കാൻ ബാലേന്ദ്രകുമാർ ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2 വർഷക്കാലം ഈ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ചികിത്സയിലായി. തൊഴിലിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുടുംബവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബാലേന്ദ്രകുമാറിനെ സ്നേഹിക്കുന്നവരുടെയും സഹായത്തോടെയാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. ഏതായാലും ഇന്ന് അന്ത്യം സംഭവിച്ചപ്പോഴും അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ അത് അടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അവിടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കുടുംബം കടന്നുപോയത്. തീർച്ചയായും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് സധൈര്യം ഈ കേസിൽ മൊഴി നൽകുകയും ഒരു വഴിത്തിരിവുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് ബാലചന്ദ്രകുമാർ എന്നുള്ളതാണ് റോഷിപാൽ ഓർമ്മിക്കുന്നത്.